നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. പ്രതിരോധ തന്ത്രങ്ങളിൽ വ്യോമശക്തിയുടെ പ്രാധാന്യം എടുത്തു പറയേണ്ടുന്നതില്ല. എന്നാൽ ശക്തമായ ഒരു വ്യോമസേന ഉണ്ടാകണമെങ്കിൽ സ്വയം പര്യാപ്തമായ സ്വന്തമായ ഒരു വ്യോമയാന ഇക്കോസിസ്റ്റം ഉണ്ടാകുക എന്നതാണ് നിർണായകം. എങ്കിൽ മാത്രമേ സ്വന്തം യുദ്ധവിമാനങ്ങൾ അതിൻ്റെ പരിപൂർണതയിൽ പ്രവർത്തിക്കൂ. ഒരു യുദ്ധവിമാനത്തിൻ്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാവുന്ന ജെറ്റ് എഞ്ചിൻ സാങ്കേതികവിദ്യ സ്വന്തമാക്കുക എന്നത് ഏതൊരു രാഷ്ട്രത്തിൻ്റെയും സ്വപ്നമാണ്. എന്നാൽ 4 പതിറ്റാണ്ടോളമായി ഇന്ത്യ ഈ മേഖലയിൽ നടത്തുന്ന പരിശ്രമങ്ങൾ ഭാഗികമായ വിജയങ്ങൾ മാത്രമാണ് കൈവരിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനമായ തേജസിനായി വികസിപ്പിക്കാൻ തുടങ്ങിയ കാവേരി എഞ്ചിൻ പ്രോഗ്രാം നേരിട്ട സാങ്കേതിക തിരിച്ചടികൾ നമ്മുടെ മുന്നിൽ അനുഭവങ്ങളായുണ്ട്. എന്നാൽ തിരിച്ചടികളിൽ നിന്നും കൂടുതൽ കരുത്തുൾക്കൊണ്ട് കാവേരി 2.0 പദ്ധതിക്ക് DRDO തുടക്കമിട്ടിരുന്നു. മുൻ പതിപ്പിൽ നിന്നും പരിഷ്കരിച്ച സാങ്കേതിക വിദ്യകളോടെ കാവേരി 2.0 എന്ന പേരിലാണ് പുതിയ ജെറ്റ് എഞ്ചിൻ പദ്ധതിക്ക് ജീവൻ നൽകുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള എഞ്ചിൻ വിതരണത്തിലുണ്ടാകുന്ന അമിത കാലതാമസവും ഭീമമായ ചെലവുമാണ് പദ്ധതി വീണ്ടും സജീവമാക്കാൻ പ്രതിരോധ മന്ത്രാലയത്തെ പ്രേരിപ്പിച്ചത്. ലോകശക്തികൾക്കൊപ്പം തദ്ദേശീയ പ്രതിരോധശേഷി ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സുപ്രധാന ചുവടുവെപ്പ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ സാന്നിധ്യത്തിൽ നടന്ന എഞ്ചിന്റെ പൂർണ്ണമായ ആഫ്റ്റർ ബേണർ പരീക്ഷണം വിജയകരമായതാണ് പദ്ധതിക്ക് പുതിയ ഊർജ്ജം നൽകിയത്. ബ്രഹ്മോസ് എയ്റോസ്പേസുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്ത പുതിയ ആഫ്റ്റർ ബേണർ മൊഡ്യൂൾ ഉൾപ്പെടുത്തിയ ഈ പരീക്ഷണം ഇന്ത്യയുടെ ജെറ്റ് എഞ്ചിൻ സാങ്കേതികവിദ്യ പരീക്ഷണ ഘട്ടത്തിൽ നിന്ന് പൂർണ്ണ സജ്ജീകരണത്തിലേക്ക് മാറിയതിന്റെ തെളിവാണ്. മുൻകാലങ്ങളിൽ എഞ്ചിന്റെ ഏറ്റവും സങ്കീർണമായ ഭാഗമായ ഹോട്ട് സെക്ഷനിൽ നേരിട്ട സാങ്കേതിക വെല്ലുവിളികളാണ് കാവേരി പദ്ധതിയെ പിന്നോട്ടടിച്ചത്. കടുത്ത ചൂടും സമ്മർദ്ദവും താങ്ങാൻ ശേഷിയുള്ള സിംഗിൾ ക്രിസ്റ്റൽ ബ്ലേഡ് സാങ്കേതികവിദ്യയും ആധുനിക മെറ്റീരിയൽ സയൻസും സ്വന്തമാക്കിയതോടെ ഇന്ത്യ ഈ പ്രതിസന്ധി മറികടക്കുകയായിരുന്നു. DRDOയുടെ കീഴിലുള്ള ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് അഥവാ GTRE തേജസ് യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ കാവേരി എഞ്ചിൻ വികസിപ്പിച്ചു തുടങ്ങിയത്. എന്നാൽ വിമാനത്തിന് ആവശ്യമായ ത്രസ്റ്റ് കൈവരിക്കാൻ കഴിയാത്തതും ഭാരക്കൂടുതൽ ഉൾപ്പെടെയുള്ള സാങ്കേതിക തടസ്സങ്ങളും കാരണം 2008 ഈ പ്രോഗ്രാം താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. മുൻപ് വികസിപ്പിച്ച എഞ്ചിന് ഏകദേശം 72 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് മാത്രമാണ് ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ തേജസ് വിമാനങ്ങളുടെ പൂർണ്ണ സജ്ജീകരണത്തിന് 83 മുതൽ 85 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ആവശ്യമാണ്. നിലവിൽ തേജസ് മാർക്ക് 1A വിമാനങ്ങൾക്കായി അമേരിക്കൻ കമ്പനിയായ GE എയ്റോസ്പേസിൽ നിന്നുള്ള F404 എഞ്ചിനുകളെയാണ് ഇന്ത്യ ആശ്രയിക്കുന്നത്. എന്നാൽ ഇവയുടെ വിതരണത്തിൽ നേരിടുന്ന പ്രതിസന്ധിയും ഭാവിയിൽ തേജസ് മാർക്ക് 2വിനായി ഉദ്ദേശിക്കുന്ന F414 എഞ്ചിനുകളുടെ വിലവർധനവും ഇന്ത്യയെ സ്വന്തം എഞ്ചിൻ വികസനത്തിലേക്ക് തിരികെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയായിരുന്നു. നിലവിൽ ഒരു 414 എഞ്ചിന് മാത്രം 70 മുതൽ 80 കോടി രൂപയോളമാണ് ചെലവ് വരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് വിദേശാശ്രയത്വം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ കാവേരി പ്രോജക്ട് പൊടി തട്ടിയെടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. ഇറക്കുമതി ചെയ്ത വിദേശ എഞ്ചിനുകൾക്ക് പകരമായി പൂർണ്ണശേഷിയുള്ള തദ്ദേശീയ എഞ്ചിൻ ലഭ്യമാക്കുക എന്നതാണ് കാവേരി 2.0 ലക്ഷ്യമിടുന്നത്. പൈലറ്റില്ല യുദ്ധവിമാനങ്ങളിലും പരീക്ഷണ പറക്കലുകളിലും കാവേരി 2.0 എഞ്ചിനുകൾ ഘടിപ്പിക്കാനാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. ഉയർന്ന ശേഷിയുള്ള പുതുതലമുറ എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിനായിട്ടുള്ള വിലപ്പെട്ട സാങ്കേതിക പരിചയം ഈ പ്രോഗ്രാമിലൂടെ ശാസ്ത്രജ്ഞർക്ക് ലഭ്യമാകും. പ്രൊജക്ടിന്റെ അത്യാവശ്യ സാഹചര്യം വ്യക്തമാക്കിക്കൊണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മുൻപ് ഗവേഷകർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരുന്നു. 20 വർഷം ഇതിനകം കടന്നുപോയി എന്ന് നമ്മൾ അനുമാനിക്കണം. ഇനി നമുക്ക് മുന്നിൽ 5 മുതൽ 7 വർഷം വരെ മാത്രമേ ബാക്കിയുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. 2030 തേജസ് വിമാനങ്ങളിലുള്ള വിദേശ F404 എഞ്ചിനുകൾക്ക് പകരം ഇന്ത്യയുടെ സ്വന്തം കാവേരി എഞ്ചിനുകൾ സ്ഥാപിക്കുക എന്ന വലിയ ലക്ഷ്യത്തിലേക്കാണ് DRDO ഇപ്പോൾ കണ്ണുവെക്കുന്നത്.